NIT കാലിക്കറ്റിലെ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം തുടങ്ങി. ക്യാമ്പസിലേക്കുള്ള മുഴുവൻ കവാടങ്ങളും ഉപരോധിച്ച വിദ്യാർത്ഥികൾ ആരെയും അകത്ത് കടത്തിവിടുന്നില്ല. വിവിധ അക്കാദമിക് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഒരു വിഷയം തോറ്റ വിദ്യാർത്ഥിയും ഒരു വർഷം വീണ്ടും പഠിക്കണമെന്നതാണ് NIT കാലിക്കറ്റിലെ നിലവിലെ വ്യവസ്ഥ. ഇതിനു പകരം സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാൻ അനുവദിച്ച് അടുത്ത വർഷത്തെ ക്ലാസ്സിലേക്ക് പ്രവേശനത്തിന് വഴിയൊരുക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. 2013 മുതലാണ് സപ്ലിമെൻ്ററി പരീക്ഷ റദ്ദാക്കി വീണ്ടും ഒരു വർഷം പഠിക്കണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നത്. സെനറ്റിലടക്കം വിഷയം ഉന്നയിക്കപ്പെട്ടിട്ടും പരിഹാരമുണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് ക്ലാസുകൾ ബഹിഷ്കരിച്ച് ക്യാമ്പസിലെ മുഴുവൻ കവാടങ്ങളും ഉപരോധിക്കുന്ന സമരത്തിലേക്ക് വിദ്യാർത്ഥികൾ നീങ്ങിയത്. സെക്കൻഡ് ഇയറിൽ ഒരു സബ്ജക്റ്റ് ബാക്ക് കാരണം ഫോർത്ത് ഇയറിലോട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട്. ഒരു വർഷമാണ് അവർ ഒരു സബ്ജക്റ്റിന് വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയും ദിവസം അഡ്മിനിസ്ട്രേഷനുമായിട്ട് പല ചർച്ചകളും നടത്തി. നമുക്ക് പോസിറ്റീവായിട്ടൊരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. ഒരു റെസ്പോൺസ് ഉണ്ടാവാത്തതുകൊണ്ടാണ് ഞങ്ങൾ സ്ട്രൈക്കിന് വേണ്ടി നിർബന്ധിതരാകുന്നത്. സ്ഥിരം അധ്യാപകരുടെ നിയമനം വൈകുന്നതും അക്കാദമിക നിലവാരത്തെ ബാധിക്കുന്നതായും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നു. ഓരോ വർഷവും ഓരോ സെമസ്റ്ററിലും താൽക്കാലികമായിട്ട് അഡോക് ഫാക്കൽറ്റീസിനെ വെച്ചിട്ട് റിക്രൂട്ട് ചെയ്താണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ നോൺ ടീച്ചിങ് സ്റ്റാഫിനുകളെ പോലും ഒരുപാട് വേക്കൻസീസ് വെറുതെ കിടപ്പുണ്ട്, റിക്രൂട്ട്മെൻറ്റ് നടക്കാതെ. പാതി വഴിയിൽ നിർമ്മാണം നിലച്ച് കാടുപിടിച്ചു കിടക്കുന്ന ലൈബ്രറി കെട്ടിടത്തിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളും വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.